എത്ര ദിവസമായി അവ വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ എനിക്ക് വെള്ളം തരാൻ നിൽക്കണേ. അവ എത്ര ദിവസമായി വെള്ളം കുടിച്ചിട്ട്. അയ്യോ. അഞ്ചരക്കണ്ടി കോളേജിലെത്തി നിതിൻ രാജിന്റെ കുടുംബം. പൊട്ടിക്കരഞ്ഞ് പിതാവ്. മകനെ കൊന്ന പ്രിൻസിപ്പാളിനെ കാണേണ്ടെന്ന് പിതാവ്. കുടുംബത്തിന് 10 കോടി രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കണമെന്നും ആവശ്യം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ദളിത് ലീഗ് നടത്തിയ മാർച്ചിനിടെ ഉന്തും തള്ളും. ഉഷ്ണതരംഗത്തിൽ വലഞ്ഞ് കേരളം. വേനൽ മഴയും ആശ്വാസമായില്ല. വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നു. ഡാമുകളിൽ ജലനിരപ്പ് താഴേക്ക്. അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% മാത്രം. പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം ഇന്ന് തുറക്കില്ല. തീരുമാനം വിവാദമായതിന് പിന്നാലെ തുറക്കാൻ തീരുമാനിച്ചത് EVM സ്ട്രോങ് റൂം അല്ലെന്ന് ജില്ലാ കളക്ടർ. വോട്ടെണ്ണൽ ദിനം വരെ സ്ട്രോങ് റൂമുകളോ സീൽ ചെയ്യാത്ത മുറികളോ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മുഖ്യമന്ത്രിയുടെ മകന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ വിവാദം. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചെന്ന് പരാതി. മറ്റ് മാധ്യമപ്രവർത്തകരോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കയ്യേറ്റം ചെയ്തത് ഗുരുവായൂർ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരെന്ന് മാധ്യമപ്രവർത്തകർ. കാലടി സർവകലാശാല ശങ്കര ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഭീഷണിയെന്ന ആരോപണം. വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചത് സംസ്കൃതം വ്യാകരണ വിഭാഗം വകുപ്പ് മേധാവി. പരിപാടിയിൽ സാന്നിധ്യമില്ലെങ്കിൽ അക്കാഡമിക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. വെറുതെ മനസ്സിൽ മാത്രമല്ല എഴുതി വെക്കും. ആരൊക്കെയാണ് ഇതിനോട് സഹകരിക്കാത്തത്, ആരൊക്കെ സഹകരിച്ചു എന്നുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ടുള്ള പല പല പരിപാടികളുണ്ടല്ലോ, അറിയാലോ. അവസാന RIC ഓപ്പൺ ഡിഫൻസ് വരെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടണമെങ്കിൽ, വേണ്ട രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ആ രീതി പരിഗണിക്കൂ. ഞാൻ വളരെ കർശനമായി പറയണം. പ്രതിഷേധവുമായി SFI.